ഈ ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ ഉത്തർപ്രദേശിൽ ഒരാളിനെ അടിച്ചു കൊന്ന കേസ് രാജ്യം ഒന്നടങ്കം അതുവരെ കേട്ടതിൽ വെച്ച് ഞെട്ടിയ ഒരു സംഭവമായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെയും നടന്നതാണ്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മുഹമ്മദ് അഖ്ലാഖിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് UP സർക്കാർ. ദാദ്രിയിൽ ബീഫ് സൂക്ഷിച്ചതിന് 2015 അഖ്ലാഖിനെ ജനക്കൂട്ടം അതിക്രൂരമായി തല്ലിക്കൊന്നത്. ലക്ഷ്മി ബാലചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കിപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ലക്ഷ്മി, ഇപ്പോ യോഗി സർക്കാരിന്റെ നീക്കം എങ്ങനെയാണ്? തീർച്ചയായും സേതു ആദ്യം പറഞ്ഞ പോലെ തന്നെ രാജ്യത്തെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഈ ഒരു മുഹമ്മദ് അഖ്ലാഖിന്റെ ഒരു കൊലപാതകം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ ഇവിടെ ഒരു വളരെ സ്വാഭാവികമായി നടക്കാൻ തുടങ്ങിയതിൻ്റെ ഒക്കെ ഒരു തുടക്കം എന്ന്, അതായത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഈ ഒരു മുഹമ്മദ് അഖ്ലാഖിന്റെ കൊലപാതകം എന്ന് പറയുന്നത്. ഇതിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് പ്രതികൾക്കെതിരെ ഈ കേസിൽ 10 കണ്ടാലറിയാവുന്ന ഒരു ആൾക്കൂട്ട കൊലപാതകമാണ്. അതോടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയും മറ്റ് 8 പേർക്കെതിരെയും മൊത്തം 18 പേർക്കെതിരെയായിരുന്നു ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 10 പേരെ ഇപ്പോൾ 10 പേർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും കൊലപാതക ശ്രമം, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, സമാധാനം അന്തരീക്ഷം നശിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങി പല വിധത്തിലുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഇവരെ മുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് UP സർക്കാർ, യോഗി ആദിത്യനാഥിന്റെ UP സർക്കാർ ഒരു അപേക്ഷ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ എല്ലാ കുറ്റവിമുക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഗവർണറുടെ രേഖാമൂലമുള്ള അനുമതിയോടെ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഡിസംബർ 12 ഇതിൻ്റെ ഒരു വിചാരണ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാദം കേൾക്കുമെന്നാണ് കോടതിയിൽ. ഇതിൻ്റെ ഒരു വാദം ഡിസംബർ 12 കേൾക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു കേസൊക്കെ പിൻവലിക്കാൻ സേതു. ഓക്കെ ശരി.